നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മുട്ടയ്ക്കും പാലിനും ആദ്യമായി അധിക തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി 22.67 കോടി രൂപ സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കി. പുത്തൻപേരിക്കര കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ഷട്ടർ ഉയർത്താൻ സാധിച്ചില്ല. വർഷങ്ങളായുള്ള ഷട്ടറുകളുടെ തകരാർ ഇതുവരെയും പരിഹരിച്ചില്ലെന്ന് പരാതി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മുട്ടയ്ക്കും പാലിനും ആദ്യമായി അധിക തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി 22.67 കോടി രൂപ സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കി. 26.24 ലക്ഷം കുട്ടികൾക്കുള്ള തുകയാണിത്. നിലവിൽ ഉച്ചഭക്ഷണത്തിനായി ഓരോ കുട്ടിക്കും പൊതുവായി നൽകുന്ന തുച്ഛമായ വിഹിതത്തിൽ നിന്നാണ് സംസ്ഥാനം അധികമായി ഏർപ്പെടുത്തിയ മുട്ടയ്ക്കും പാലിനും കൂടിയുള്ള തുകയും കണ്ടെത്തിയിരുന്നത്. എന്നാൽ പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി 22.67 കോടി രൂപ സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കി. 26.24 ലക്ഷം കുട്ടികൾക്കുള്ള തുകയാണിത്. ആഴ്ചയിൽ 2 ദിവസമായി ഒരു കുട്ടിക്ക് നൽകുന്ന 300 മില്ലി പാലിന് മിൽമ നിരക്ക് അനുസരിച്ച് 15.60 രൂപ വീതവും മുട്ടയ്ക്ക് 6 രൂപ വീതവുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി അധ്യാപകരും സ്കൂൾ അധികൃതരും ആവശ്യപ്പെടുന്നതാണിത്. ഈ ആവശ്യമടക്കം ഉന്നയിച്ച് കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPSTA ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അധിക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം ആഴ്ചയിൽ 2 ദിവസം 150 മില്ലി വീതം പാലും 1 ദിവസം മുട്ടയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ഉച്ചഭക്ഷണ പദ്ധതി. 150 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് 8 രൂപയും 150 മുകളിൽ 500 കുട്ടികൾ വരെയുള്ള ഇടങ്ങളിൽ 7 രൂപ വീതവും അതിനു മുകളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ 6 രൂപ വീതവുമായിരുന്നു ഉച്ചഭക്ഷണത്തിന് സർക്കാർ വിഹിതം. ഇതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. എന്നാൽ ഈ അധ്യയന വർഷം ഇത് പരിഷ്കരിച്ച് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 150-ൽ കുറവുള്ള ഇടങ്ങളിൽ 6 മുതൽ 8 വരെ ക്ലാസുകളിൽ 8.17 രൂപയാക്കി നേരിയ വർധന വരുത്തുകയും ചെയ്തു. അരി സപ്ലൈകോ വഴി സൗജന്യമായി നൽകുന്നുണ്ട്. എന്നാൽ പച്ചക്കറി, മറ്റു പാചകവാതകം എന്നിവയ്ക്കൊപ്പമാണ് പാലിനും മുട്ടയ്ക്കുമുള്ള വിഹിതം കൂടി ഈ തുകയിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ഇതിനാണ് മാറ്റമാകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പുത്തൻപേരിക്കര കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ഷട്ടർ ഉയർത്താൻ സാധിച്ചില്ല. വർഷങ്ങളായുള്ള ഷട്ടറുകളുടെ തകരാർ ഇതുവരെയും പരിഹരിച്ചില്ലെന്ന് പരാതി. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ ഉയർത്തുന്നതിനിടെയാണ് 4ാമത്തെ ഷട്ടർ കൂടുതൽ തകർന്നത്. ഇത് അറ്റകുറ്റപ്പണി നടത്താനായി കഴിഞ്ഞ ദിവസം ജലസേചന വകുപ്പ് എത്തിയിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ പിന്മാറുകയായിരുന്നു. നിലവിൽ 10 ഷട്ടറുകൾ തകർന്ന നിലയിലാണ്. വർഷങ്ങളായി തകരാറിലായ ഷട്ടറുകൾ ഇതുവരെയും ശരിയാക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കോട്ടപ്പുറം കായലിൽ നിന്നും ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്നത് തടയാനാണ് ഇവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. കഴിഞ്ഞ 2 പ്രളയങ്ങളിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് പുഴ ഗതിമാറിയൊഴുകി സമീപത്തെ കരകൾ വ്യാപകമായി ഇടിഞ്ഞിരുന്നു. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 5 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ
മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. ചാലക്കുടി പറയൻതോട് വൃത്തിയാക്കുന്നതിനിടയിൽ 50 ലിറ്റർ വാഷ് നിറച്ച ക്യാൻ കണ്ടെത്തി. ഇന്ന് രാവിലെ വാർഡ് മെമ്പർ പ്രീജ സലീമിന്റെ നേതൃത്വത്തിൽ പറയൻതോട് ശുചീകരിക്കുന്നതിനിടെയാണ് 50 ലിറ്റർ വാഷ് നിറച്ച ക്യാൻ കണ്ടെത്തിയത്. ചാലക്കുടി എക്സൈസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, ജോഷി ചക്കാലക്കൽ, കെ എൻ സുരേഷ്, കെ പി സുനിൽകുമാർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്യാനിലുള്ളത് വാഷ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന വെള്ളം ഒഴുകിയെത്തിയപ്പോൾ മറ്റെവിടെയോ സൂക്ഷിച്ചിരുന്ന ക്യാൻ ഒഴുകി വന്നതാകാമെന്നാണ് നിഗമനം. AIYF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് ഒരു കൈത്താങ്ങെന്ന ക്യാമ്പയിന്റെ ഭാഗമായി കുടിവെള്ളം, വസ്ത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനായി വാഹനം പുറപ്പെട്ടു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, MK ബാബു, രമ്യ ശ്രീജേഷ്, VS ഗോപാലകൃഷ്ണൻ, സനീഷ് കുമാർ PS, അഭിലാഷ് PS, സിജു സുകുമാരൻ, സച്ചിൻ സദാനന്ദ്, ഹിരൺ ഹരിദാസ്, അജയ് കുമാർ, CC രഞ്ജിത്ത്, നിഷാബ്, BN മണി, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മുട്ടയ്ക്കും പാലിനും ആദ്യമായി അധിക തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി 22.67 കോടി രൂപ സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കി. പുത്തൻപേരിക്കര കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ഷട്ടർ ഉയർത്താൻ സാധിച്ചില്ല. വർഷങ്ങളായുള്ള ഷട്ടറുകളുടെ തകരാർ ഇതുവരെയും പരിഹരിച്ചില്ലെന്ന് പരാതി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.